സൗത്ത് ആഫ്രിക്കയുടെ വരവ് ലോകമറിഞ്ഞതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ പുറത്തായ സെമി ഫൈനൽ, അതിലെ വിവാദമായ മഴ നിയമം. രണ്ട്, ലോക ക്രിക്കറ്റിന് അവർ സമ്മാനിച്ച ഒരേ ഒരു ജോണ്ടി റോഡ്സ്. ആയിരത്തി 1992 ദേശീയ ക്രിക്കറ്റ് ടീമിലെ അരങ്ങേറ്റം, ലോകകപ്പ്, പിന്നീട് 2003 വരെയുള്ള 10 വർഷം നീണ്ട കരിയർ. അതിനിടെ കളിച്ചത് 4 ലോകകപ്പ്. ഏകദിനത്തിൽ 100 ക്യാച്ച് നേടിയ ആദ്യ സൗത്ത് ആഫ്രിക്കൻ ആയാണ് ജോണ്ടി പടിയിറങ്ങിയത്. സൗത്ത് ആഫ്രിക്കൻ സീനിയർ ടീം വിജയിച്ച ഒരേ ഒരു ICC ടൂർണമെൻ്റായ 1998 ICC നോക്കൌട്ട് ട്രോഫിയിൽ ജോണ്ടി ടീമിൻ്റെ നട്ടെല്ലായിരുന്നു. മനുഷ്യാകാരം പൂണ്ട ഒരു പറവയ്ക്ക് ചിറക് മുളച്ചിരിക്കുന്നു. ഫീൽഡറുടെ ഒരു മുഴുനീള ഡൈവ്, 3 സ്റ്റമ്പുകളും നിലംപറ്റി. സ്ക്വയർ ലെഗ് അമ്പയർ സ്റ്റീവ് ബഗ്നർ തൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി. ഇൻസമാം റണ്ണൌട്ട്. IPL 9 സീസണുകളിൽ മുംബൈക്കൊപ്പം ഫീൽഡിംഗ് കോച്ചായി ഉണ്ടായിരുന്ന കാലത്ത് 2013, 15, 17 വർഷങ്ങളിലെ 3 കിരീട വിജയങ്ങളിലും പങ്കാളിയായി. ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പം. മുഹമ്മദ് കൈഫിനെ, യുവരാജ് സിംഗിനെ, ആൻഡ്രൂ സൈമൺസിനെ, പോൾ കോളിംഗ്വുഡിനെ, സുരേഷ് റൈനയെ, രവീന്ദ്ര ജഡേജയെ, ഇപ്പോൾ ഗ്ലെൻ ഫിലിപ്സിനെയൊക്കെ നമ്മളവിടെ കാണുന്നുണ്ടാവും. പക്ഷെ അവർക്കെല്ലാം മുന്നേ ഒരു പ്രേതം അവിടെ കുടിയിരുന്നു പോയി. ലോക ക്രിക്കറ്റിനെ ചോരാത്ത കൈകളും പറക്കുന്ന ശരീരവും പ്രകാശവേഗവും കൊണ്ട് അതിശയിപ്പിച്ച ആ പ്രേതഭാവനയാണ് ജോണ്ടി റോഡ്സ്. ആയിരത്തി 1992 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുന്നത് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണ്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ബെൻസൺ ആൻഡ് ഹെഡ്ജസ് വേൾഡ് കപ്പ്. കളർ ജേഴ്സിയിൽ ടീമുകൾ ഇറങ്ങിയ ആദ്യ ലോകകപ്പ്, ഫ്ലഡ് ലൈറ്റ് ഉപയോഗിച്ച ആദ്യ ലോകകപ്പ്, വെള്ള പന്തുകൾ ഉപയോഗിച്ച ആദ്യ ലോകകപ്പ്, ദക്ഷിണാർദ്ധഗോളത്തിൽ അരങ്ങേറിയ ആദ്യ ലോകകപ്പ്, 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ടൂർണമെൻറ്റ് എന്ന പതിവ് തെറ്റിച്ച ലോകകപ്പ്. ഇങ്ങനെ പ്രത്യേകതകൾ പലതുള്ള ടൂർണമെൻ്റായിരുന്നു 92 അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ പ്രാതിനിധ്യം. സൗത്ത് ആഫ്രിക്കയുടെ വരവ് ലോകമറിഞ്ഞതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ പുറത്തായ സെമി ഫൈനൽ, അതിലെ വിവാദമായ മഴ നിയമം. 2, ലോക ക്രിക്കറ്റിന് അവർ സമ്മാനിച്ച ഒരേ ഒരു ജോണ്ടി റോഡ്സ്. ബ്രിട്ടീഷ് കോളനിയായിരുന്ന സൗത്ത് ആഫ്രിക്കയിൽ ക്രിക്കറ്റ് എത്തുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 1808 രേഖകൾ പ്രകാരം സൗത്ത് ആഫ്രിക്കയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം അരങ്ങേറുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ പല ക്രിക്കറ്റ് ക്ലബ്ബുകളും രാജ്യത്ത് രൂപപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയിൽ 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ലോകത്തെ പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായി അവർ മാറുന്നുണ്ട്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നീ ടീമുകളുടെ പ്രതാപത്തിനൊപ്പം നിൽക്കാനുള്ള കരുത്ത് സൗത്ത് ആഫ്രിക്ക നേടിയെടുത്തു. 3 രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് പ്രതിനിധികൾ കൂടിയിരുന്ന ഇംപീരിയൽ ക്രിക്കറ്റ് കോൺഫറൻസാണ് ഇന്നത്തെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അഥവാ ICCയുടെ മൂലരൂപം. 1910 സൗത്ത് ആഫ്രിക്ക സ്വതന്ത്രമാകുന്നത്. 1961 മെയ് 31 റിപ്പബ്ലിക്കുമായി. ഇതോടെ ബ്രിട്ടീഷ് കോളനി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കോമൺവെൽത്തിൽ നിന്ന് അവർ സ്വയം പുറത്തു വന്നു. തന്മൂലം ICCയിലെ അംഗത്വവും നഷ്ടമായി. കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു അന്ന് ICC അംഗത്വം ലഭിച്ചിരുന്നത്. 1964 അസോസിയേറ്റ് അംഗത്വം എന്ന പുതിയ നടപടി ICC കൊണ്ടുവരുന്നുണ്ട്. അതോടെ
കോമൺവെൽത്ത് അംഗങ്ങളല്ലാത്തവർക്കും ICCയിൽ പ്രാതിനിധ്യം ലഭിച്ചു. എന്നാൽ സൗത്ത് ആഫ്രിക്ക ഇത് നിരസിച്ചു. എങ്കിലും വിദേശ പര്യടനങ്ങൾ നടത്തി ക്രിക്കറ്റ് പിച്ചിൽ സൗത്ത് ആഫ്രിക്ക തങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ തുടർന്നു. എന്നാൽ 1970ഓടെ സൗത്ത് ആഫ്രിക്കയിൽ രൂപപ്പെട്ട വർണ്ണവിവേചന വിരുദ്ധ മനോഭാവം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരേടാണ്. വെളുത്ത വർഗ്ഗക്കാർ മാത്രം ഉൾപ്പെട്ട ദേശീയ ക്രിക്കറ്റ് ടീമിൽ തങ്ങൾക്കും ഇടം വേണം എന്ന ആവശ്യമുയർത്തി സൗത്ത് ആഫ്രിക്കൻ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള വർണ്ണവിവേചന ബുദ്ധിയോട് വെള്ളക്കാരല്ലാത്ത സൗത്ത് ആഫ്രിക്കക്കാർ പോരാട്ടം ആരംഭിച്ചു. ഈ പോരാട്ടങ്ങളുടെ ഫലമായി സൗത്ത് ആഫ്രിക്കയുടെ മേൽ ICC വിലക്കേർപ്പെടുത്തി. 1990 അവസാനത്തോടെയാണ് അപ്പാർത്തൈഡ് സമ്പ്രദായം സൗത്ത് ആഫ്രിക്കയിൽ അവസാനിക്കുന്നത്. ഇതോടെ ICC വിലക്ക് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സൗത്ത് ആഫ്രിക്ക മടങ്ങിയെത്തിയ ടൂർണമെൻറ്റാണ് 1992 ഏകദിന ലോകകപ്പ്. 1992 മാർച്ച് 8 ബ്രിസ്ബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ലോകകപ്പിലെ സൗത്ത് ആഫ്രിക്കയുടെ 5ാം മത്സരം. എതിരാളികൾ പാകിസ്ഥാൻ. ടോസ് നേടിയ പാകിസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തു. വസീം അക്രം, അക്യൂബ് ജാവേദ്, ഇമ്രാൻ ഖാൻ എന്നിവരുൾപ്പെട്ട ബൗളിംഗ് നിരയിൽ പാകിസ്ഥാൻ വിശ്വസിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ആൻഡ്രൂ ഹഡ്സൺ, ഹാൻസി ക്രോണി, മാർക്ക് റഷ്മീർ, ബ്രയൻ മാക്മില്ലൻ തുടങ്ങിയവരുടെ കുഞ്ഞു ഇന്നിങ്സുകളുടെ ബലത്തിൽ നേടുന്നത് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ്. അമീർ സുഹൈൽ, ഇമ്രാൻ ഖാൻ, ഇൻസമാം, സലീം മാലിക് തുടങ്ങിയവരടങ്ങുന്ന പാക് ബാറ്റിംഗ് നിരക്ക് നിഷ്പ്രയാസം പിന്തുടരാവുന്ന അവസ്ഥ. 14 ഓവറിൽ 50 റൺസ് ചേർത്തുകൊണ്ട് ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ പാകിസ്ഥാൻ നയം വ്യക്തമാക്കുന്നു. ഓപ്പണർമാർ രണ്ടുപേരെയും പുറത്താക്കി സൗത്ത് ആഫ്രിക്ക തിരിച്ചടിക്കുന്നു. ശേഷം വരുന്നത് നായകൻ ഇമ്രാൻ ഖാനും യുവരക്തം ഇൻസമാം ഉൾ ഹക്കുമാണ്. പാകിസ്ഥാൻ പതിയെ മുന്നോട്ട്. 21.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 74 റൺസ് നേടി നിൽക്കുന്ന അവസ്ഥയിൽ മഴ കളിയിൽ ഇടപെടുന്നു. 50 ഓവറിൻ്റെ കളി 36 ഓവറായും 212 റൺസ് എന്ന ലക്ഷ്യം 194 റൺസായും ചുരുങ്ങുന്നു. പാകിസ്ഥാൻ്റെ വിജയലക്ഷ്യം 87 പന്തുകളിൽ 120 റൺസായി പുനർനിശ്ചയിക്കപ്പെടുന്നു. വൺ ഡൗണായി ഇറങ്ങിയ ഇൻസമാം ഇന്നിങ്സിൻ്റെ വേഗം പതിയെ ഉയർത്താൻ ആരംഭിച്ചു. ഇമ്രാൻ ഖാനുമൊത്തുള്ള പാർട്ട്ണർഷിപ്പ് 71 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു. ഇപ്പോൾ ടീം ടോട്ടൽ 119. ബ്രയാൻ മക്മില്ലനാണ് ബൗളർ. അത്രയൊന്നും ആപത്തില്ലാത്തൊരു പന്ത് മക്മില്ലൻ എറിയുന്നു. ഒരു ബൗണ്ടറിക്ക് ശ്രമിച്ച ഇൻസിയുടെ ഷോട്ട് സെലക്ഷൻ പാളുന്നു. ഒരു ടോപ്പ് എഡ്ജ്. പന്ത് കീപ്പർക്കും തേർഡിനുമിടയിലേക്ക് ഉയർന്നു പൊങ്ങി. പന്തിലേക്ക് റിച്ചാർഡ് സ്നെൽ ഓടിയെത്തിയെങ്കിലും വിരലിൽ ഉരുമിക്കൊണ്ട് പന്ത് നഷ്ടപ്പെടുന്നു. മത്സരത്തിൽ അത്ര നേരത്തിനിടയിൽ ഇൻസി നൽകിയ ഒരേ ഒരു ചാൻസാണ് നിലത്തു വീണ് കിടക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടമാകുന്നു. ഇമ്രാനും ഇൻസിക്കുമൊപ്പം ഭാഗ്യം കൂടി തങ്ങൾക്കൊപ്പമെന്ന പാകിസ്ഥാൻ്റെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കപ്പെട്ട നിമിഷം. കഴിഞ്ഞ ഓവറുകളിൽ ശരാശരി 10 റൺസ് നേടിക്കൊണ്ട് പാകിസ്ഥാൻ റൺ ചേസ് ആക്സിലറേറ്റ് ചെയ്യുന്നു. കളിയുടെ 31ാം ഓവറിൻ്റെ ആദ്യ പന്ത് കഴിയുമ്പോൾ പാക് വിജയലക്ഷ്യം 35 പന്തിൽ 59 റൺസ്. പാകിസ്ഥാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ്. മക്മില്ലൻ എറിഞ്ഞ ഓവറിലെ 2ാം പന്ത് ഇൻസമാം ലെഗിലേക്ക് ഒരു അറ്റാക്കിംഗ് ഷോട്ട് കളിയുന്നു. സെലക്ഷനും ടൈമിങ്ങും തെറ്റിയ ഷോട്ട്. പന്ത് പാഡിലേക്ക്, ശേഷം ഗള്ളിയിലേക്ക്. ഒരു ബൈ റണ്ണിനായി ഇൻസി ക്രീസിൽ നിന്നിറങ്ങി. ഗള്ളിയിൽ നിന്ന് പന്തിലേക്ക് കുതിക്കുന്ന ഫീൽഡറെ കണ്ടുകൊണ്ട് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന ഇമ്രാൻ ഇൻസിയോട് തിരികെ പോകാൻ ആവശ്യപ്പെടുന്നു. ഇൻസിക്ക് തിരികെ കയറാൻ ആവശ്യമായ ഞൊടിയിടയോട് എതിരിട്ടുകൊണ്ട് ഫീൽഡർ പന്തും കൊണ്ട് വിക്കറ്റിലേക്ക്. മനുഷ്യാകാരം പൂണ്ട ഒരു പറവയ്ക്ക് ചിറക് മുളച്ചിരിക്കുന്നു. ഫീൽഡറുടെ ഒരു മുഴുനീള ഡൈവ്. 3 സ്റ്റമ്പുകളും നിലംപറ്റി. സ്ക്വയർ ലെഗ് അമ്പയർ സ്റ്റീവ് ബഗ്നർ തൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി. ഇൻസമാം റണ്ണൗട്ട്. നിങ്ങളിപ്പോൾ കേട്ട കഥയിലെ നായകൻ്റെ പേര് ജോൺ ഡി റോഡ്സ്. ക്രിക്കറ്റ് എന്നാൽ ബാറ്ററും ബൗളറും തമ്മിലുള്ള പോരാട്ടം മാത്രമായി കണക്കാക്കപ്പെട്ട കാലത്ത് ഫീൽഡർ ഇല്ലാതെന്ത് ക്രിക്കറ്റ് എന്ന് ലോകത്തോട് ചോദിച്ചയാൾ. തൻ്റെ കസേര സ്വയം പണിയിച്ചെടുത്തയാൾ. അതിന് ഇളക്കം തട്ടാതെ കാത്തയാൾ. 1969 ജൂലൈ 27 സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗിലാണ് ജൊനാഥൻ നീൽ റോഡ്സ് എന്ന ജോൺ ഡി റോഡ്സ് ജനിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ICC വിലക്ക് നേരിടുന്ന സമയമാണ് ജോൺ ഡിയുടെ ചെറുപ്പകാലം. അങ്ങനെ അയാൾ ഹോക്കി കളിച്ചു. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിനുള്ള സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ഇടം പിടിച്ച കളി മികവ്. അക്കാലത്ത് തന്നെ യൂണിവേഴ്സിറ്റി ടീമിലും പ്രാദേശിക ക്ലബ്ബുകളിലും ക്രിക്കറ്റും പയറ്റി ജോൺ ഡി. 1992 ദേശീയ ക്രിക്കറ്റ് ടീമിലെ അരങ്ങേറ്റം. ലോകകപ്പിൽ. പിന്നീട് 2003 വരെയുള്ള 10 വർഷം നീണ്ട കരിയർ. അതിനിടെ കളിച്ചത് 4 ലോകകപ്പ്.
ഫീൽഡർ എന്ന നിലയിൽ ആർജിച്ച ഖ്യാതി കൊണ്ട് മാത്രം വിസ്മരിക്കപ്പെടുന്നതാണ് ജോണ്ടിയുടെ ബാറ്റിംഗ് എബിലിറ്റി. 92 ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ ജോണ്ടി എന്ന ബാറ്റർ തീർത്തും അണ്ടർ റേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബാറ്റിങ്ങിൽ പൂർണ്ണമായ സാങ്കേതിക തികവൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും റൺസ് കണ്ടെത്തുന്നതിലും ബാറ്റിംഗ് കൊളാപ്സ് ഒഴിവാക്കുന്നതിലും ജോണ്ടി മികച്ചു നിന്നു. കരിയറിൽ ഏകദിനത്തിലും ടെസ്റ്റിലും 35-ന് മുകളിൽ ശരാശരിയുള്ള ഒരു മിഡിൽ ഓർഡർ ബാറ്റർ, ഒരു 6-ാം നമ്പറുകാരൻ. കളിച്ച കാലം കൂടി പരിഗണിക്കുമ്പോൾ മോശപ്പെട്ട കണക്കല്ല. അതിൽ തന്നെ കരിയറിലെ ആദ്യ 15 ടെസ്റ്റുകളിൽ ശരാശരി 40-നും മുകളിലാണ്. ജോണ്ടി എന്ന ബാറ്ററുടെ മികച്ച പ്രകടനങ്ങളിലൊന്ന് വരുന്നത് 1998-ലെ സൗത്ത് ആഫ്രിക്കയുടെ ഇംഗ്ലണ്ട് ടൂറിലാണ്. 5 മത്സര ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്ക 2-1 പരാജയപ്പെട്ടെങ്കിലും ജോണ്ടിയുടെ പ്രകടനം വേറിട്ട് നിന്നു. 7 ഇന്നിങ്സുകളിൽ നിന്ന് ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും അടക്കം 52.42 ശരാശരിയിൽ 367 റൺസ്. ഈ 3 വലിയ ഇന്നിങ്സുകളും വരുന്നത് ടീം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്. എഡ്ജ്ബാസ്റ്റണിലെ 1-ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 1-ാം ഇന്നിങ്സ് സ്കോറായ 462 ചേസ് ചെയ്യുമ്പോൾ 125 റൺസിന് 4 വിക്കറ്റ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നേടിയ 95 റൺസ്. ലീഡ്സിലെ 5-ാം ടെസ്റ്റിൽ ടീം 27-ന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ട് നിന്നപ്പോൾ നേടിയ 85 റൺസ്. 2-ാം ടെസ്റ്റിൽ ടീം 46 റൺസിന് 4 വിക്കറ്റ് നഷ്ടപ്പെട്ട് നിന്നപ്പോൾ നേടിയ വിജയകാരണമായ 117 റൺസ്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും കൈപൊള്ളിയ ലോർഡ്സിൽ ജോണ്ടിയുടെ സെഞ്ചുറി. ബാറ്റ് ചെയ്യാൻ അറിയാത്തവനെന്ന നിലവിളികൾക്കിടയിൽ പിന്നെയും ഉണ്ടായി ചില നുറുങ്ങ് പ്രകടനങ്ങൾ. പക്ഷേ അവയെല്ലാം അയാളുടെ ഫീൽഡിംഗ് മികവിന് മുന്നിൽ പിന്തള്ളപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ബാറ്റിങ്ങിൽ 30 മാത്രമേ നേടുന്നുള്ളൂവെങ്കിലും ഫീൽഡിൽ ഒരു 40 റൺസ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത് അയാളുടെ തെറ്റല്ലല്ലോ. ഏകദിനത്തിൽ 100 ക്യാച്ച് നേടിയ ആദ്യ സൗത്ത് ആഫ്രിക്കൻ ആയാണ് ജോണ്ടി പടിയിറങ്ങിയത്. സൗത്ത് ആഫ്രിക്കൻ സീനിയർ ടീം വിജയിച്ച ഒരേ ഒരു ICC ടൂർണമെൻറ്റായ 1998-ലെ ICC നോക്കൌട്ട് ട്രോഫിയിൽ ജോണ്ടി ടീമിൻ്റെ നട്ടെല്ലായിരുന്നു. ചരിത്രത്തിലാദ്യമായി ടെലിവിഷൻ സഹായത്തോടെയുള്ള തേർഡ് അമ്പയർ തീരുമാനപ്രകാരം പുറത്തായ ബാറ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണ് 1992-ൽ. അതിന് കാരണക്കാരനായതും ജോണ്ടി റോഡ്സ്. ഗള്ളിയിൽ നിന്ന് സ്റ്റമ്പിലേക്ക് ഒരു കിടിലൻ ത്രോ. സ്ക്വയർ ലെഗ് അമ്പയർ ബ്ലൈൻഡ് സ്പോട്ടിലാണ്. തീരുമാനം തേർഡ് അമ്പയറിലേക്ക് വിടുന്നു. ടെലിവിഷൻ റീപ്ലേയിൽ എല്ലാം വ്യക്തം. സച്ചിൻ പുറത്ത്. ഫീൽഡിലെ എഫർട്ടുകൾ അയാൾക്ക് പേരും പെരുമയും മാത്രമല്ല, പരിക്കും പ്രാരാബ്ദങ്ങളും നൽകി. സ്വന്തം നാട്ടിൽ 2003-ൽ ലോകകപ്പ് ഉയർത്തി വിടവാങ്ങാനുള്ള മോഹം അവസാനിക്കുന്നതും പരിക്ക് മൂലമാണ്. കോഴ വിവാദം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്താണ് ജോണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുന്നത്. 2000 ഓഗസ്റ്റിൽ. ശേഷം 2003 ലോകകപ്പോടെ ഏകദിന ക്രിക്കറ്റ്. വിരമിച്ച ശേഷം പരിശീലകൻ്റെ കുപ്പായമണിഞ്ഞ ജോണ്ടി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് സുപരിചിതനാണ്. IPLൽ 9 സീസണുകളിൽ മുംബൈക്കൊപ്പം ഫീൽഡിംഗ് കോച്ചായി ഉണ്ടായിരുന്ന കാലത്ത് 2013, 15, 17 വർഷങ്ങളിലെ 3 കിരീട വിജയങ്ങളിലും പങ്കാളിയായി. ശേഷം പഞ്ചാബിനെയും പരിശീലിപ്പിച്ചു. ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പമാണ്. ഇന്ത്യയോട് അതിയായ സ്നേഹവും ആദരവും ജോണ്ടി പുലർത്തിയിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെ 2015-ൽ ജനിച്ച മകൾക്ക് അദ്ദേഹം ഇന്ത്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് 1-ാം എഡിഷൻ അവസാനിച്ചത് 2025 മാർച്ച് 16-നാണ്. മാസ്റ്റേഴ്സ് ലീഗിലുള്ളത് കളിക്കളത്തിലെ നല്ല പ്രായം പിന്നിട്ടവരാണ്. പ്രായം എല്ലാവരുടെയും ശരീരത്തെയും കളിയെയും ബാധിച്ചിരിക്കുന്നത് വ്യക്തം. എങ്കിലും ക്ലാസ് ഈസ് പെർമനൻ്റ് എന്ന മാതിരി പ്രകടനങ്ങൾ ചിലരിൽ നിന്നുണ്ടായി. സച്ചിനും യുവരാജും വാട്സണും സംഘക്കാരെയും തകർത്ത് കളിച്ചു. പക്ഷേ പ്രായത്തെ അതിജയിക്കുന്ന പ്രകടനങ്ങളിൽ ഊക്കം കൂടിയ ഒന്ന് പിറന്നത് 2025 മാർച്ച് 7-നാണ്. ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മാസ്റ്റേഴ്സിനെ നേരിടുന്നു. തകർപ്പൻ ഫോമിലുള്ള ഷെയ്ൻ വാട്സൺ സെഞ്ചുറിയുമായി ക്രീസിൽ. 19-ാം ഓവർ എറിയുന്നത് സ്പിന്നർ ഷബലാല. ഓവറിലെ 3-ാം പന്ത് ശരവേഗത്തിൽ മിഡ് ഓഫിന് മുകളിലൂടെ ബൗണ്ടറിയിലേക്ക്. കളത്തിലുള്ളവർക്കും കളി കണ്ടിരുന്നവർക്കും അതൊരു ബൗണ്ടറി ഷോട്ടാണെന്ന് നിസ്സംശയം പറയാം. പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരാൾ ബാക്കിയുണ്ടായിരുന്നു. മിന്നൽ വേഗത്തിൽ അയാൾ പന്തിലേക്കെത്തി. തൻ്റെ പ്രതാപകാലം ഓർമ്മിപ്പിക്കും വിധം ഒരു മുഴുനീളൻ ഡൈവ്. 55 വയസ്സെന്ന തൻ്റെ പ്രായം നാണിക്കും വിധം ഒരു കിടിലൻ സേവ്. വാട്സൺ നേടിയെടുക്കുന്നത് ഒരേ ഒരു സിംഗിൾ. 200 സ്ട്രൈക്ക് റേറ്റിലാണ് വാട്സൺ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. 260 റൺസാണ് 20 ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ അടിച്ചെടുത്തത്. 137 റൺസിനാണ് സൗത്ത് ആഫ്രിക്ക ആ മത്സരത്തിൽ കനത്ത പരാജയമേറ്റുവാങ്ങിയത്. പക്ഷേ ആഘോഷിക്കപ്പെട്ടത് അയാൾ മാത്രം, ജോണ്ടി റോഡ്സ്. ക്രിക്കറ്റിലെ ഫീൽഡിംഗ് പൊസിഷൻ ശ്രദ്ധിച്ചാൽ ഗള്ളിക്കും പോയിൻറ്റിനുമിടയിൽ ഒരു ചെറിയ വിടവ് കാണാം. ബാക്ക്വേർഡ് പോയിൻ്റ് എന്നാണ് ആ പൊസിഷൻ അറിയപ്പെടുന്നത്.
ഗള്ളിയിലും പോയിന്റിലുമുള്ള ഫീൽഡേഴ്സിനെ മറികടന്നാൽ ഓഫ് സൈഡിൽ വരുന്ന പന്തിനെ ഏറ്റവും എളുപ്പത്തിൽ ബൗണ്ടറിയിലേക്ക് എത്തിക്കാൻ ബാറ്റർക്കുള്ള ഒരു ഊടുവഴിയാണെന്ന്. ഡീപ്പ് എക്സ്ട്രാ കവറിലോ തേർഡിലോ നിൽക്കുന്ന ഫീൽഡർമാർക്ക് ഓടിയെത്താൻ കഴിയാത്തത്ര ദൂരമുണ്ട്. ബാറ്റർമാരുടെ വീക്ക്നെസ്സായ ഈ വിടവിലേക്കാണ് ജോൺ ഡി തന്നെ സ്വയം പ്രതിഷ്ഠിച്ചത്. ആ വഴിയേ പോയ പന്തിനോട് പ്രതികരിച്ചാണ് 92 ലോകകപ്പിൽ ഇൻസമാം ക്രീസ് വിട്ടത്. ആ വിടവിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഫീൽഡിംഗ് കൊണ്ട് അതിശയിപ്പിച്ച പലരുടെയും മുഖം തെളിയും. മുഹമ്മദ് കൈഫിനെ, യുവരാജ് സിംഗിനെ, ആൻഡ്രൂ സൈമൺസിനെ, പോൾ കോളിംഗ്വുഡിനെ, സുരേഷ് റെയ്നയെ, രവീന്ദ്ര ജഡേജയെ, ഇപ്പോൾ ഗ്ലെൻ ഫിലിപ്സിനെയൊക്കെ നമ്മളവിടെ കാണുന്നുണ്ടാവും. പക്ഷേ അവർക്കെല്ലാം മുന്നേ ഒരു പ്രേതം അവിടെ കുടിയിരുന്നു പോയി. ലോക ക്രിക്കറ്റിനെ ചോരാത്ത കൈകളും പറക്കുന്ന ശരീരവും പ്രകാശവേഗവും കൊണ്ട് അതിശയിപ്പിച്ച ആ പ്രേതഭാവനയാണ് ജോൺ ഡി റോഡ്സ്.